ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയൊരു വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വ്ലോഗെന്ന് പറയാനൊന്നുമില്ല, ചെറുതായിട്ടൊരു ചായത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. നല്ല തണുപ്പാണ്. അപ്പോൾ അത് ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്. ഈ ഒരു തണുപ്പത്ത് ഈ ഒരു വെയിലും കൂടി വരുമ്പോൾ നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടി ജസ്റ്റ് ഈ ഒരു തോട്ടവും ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആ കാണുന്നതാണ് കേട്ടോ തോട്ടത്തിലുള്ള വീട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചപ്പ് നമ്മൾ നുള്ളിയെടുക്കുക. ചപ്പെന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. രണ്ടിലയും തിരിയും. ഇതിപ്പോൾ എവിടെയാണ് രണ്ടിലയും തിരിയും? ഇതൊക്കെ ഒരു ഇലയായിട്ടുള്ളൂ കേട്ടോ. രണ്ടിലയും തിരിയും ഞാൻ കാണിക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് അവർ ഫ്രഷ് ലീഫ് നുള്ളിയെടുക്കുക. രണ്ടിലയും തിരിയും കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ഇതുപോലെയാണ് അവർ പറിച്ചെടുക്കുക കേട്ടോ. പണിക്കാരൊക്കെ പണിക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അവർ ചപ്പ് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അതിനെല്ലാവരും റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അവർ ഇതുപോലെ ചാക്ക് കെട്ടിയിട്ടിട്ട്, ഒരു തരം നെറ്റാണത്, അത് കെട്ടിയിട്ട് അതിൻ്റെ ബാക്കിലേക്ക് അങ്ങനെ പറിച്ചിടാറ് കേട്ടോ.
പണിക്കാർ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വന്നവരൊക്കെ ഇതാ അവരുടെ ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ദീപാവലിയൊക്കെ വന്നു കയറിയല്ലേ, അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തോട്ടത്തിലെ പണികളൊക്കെ തീർത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ വഴിയിൽ നിന്ന് ചെറുതായിട്ടൊരു ചായയും സമൂസയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.